ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇഡി കസ്റ്റഡിയിലായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടുകയും ചെയ്തിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെയും അതിന്റെ നായകനായ അരവിന്ദ് കെജ്രിവാളിനെയും സംബന്ധിച്ച് അപ്രതീക്ഷിതവും അല്ലെങ്കിൽ നടുക്കമുണ്ടാക്കുന്നതും തിരിച്ചടി ഉണ്ടാക്കുന്നതുമായ തീരുമാനം കോടതിയിൽ നിന്ന് ആവർത്തിച്ച് സംഭവിക്കുകയാണ്. ജയിലിനകത്തിരുന്നുകൊണ്ട് കസ്റ്റഡിയിലിരുന്നുകൊണ്ട് താൻ മുഖ്യമന്ത്രി പദവിയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നാണ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദവിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതേസമയം കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്ക് മന്ത്രിസഭായോഗം എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ കഴിയും, എങ്ങനെ ഉത്തരവുകളിൽ ഒപ്പുവെക്കാനും ഉത്തരവിറക്കാനും കഴിയും? അത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് ഡൽഹിയെ കൊണ്ടുപോയിരിക്കുകയാണെന്നും അവിടെ രാഷ്ട്രപതിയുടെ ഭരണം വേണമെന്ന ആവശ്യം ഒരു വശത്ത് ഉയർന്നു വരികയാണ്. മന്ത്രിയെ പുറത്താക്കാൻ ആവശ്യമായ ഇടപെടൽ ലഫ്റ്റനന്റ് ഗവർണർ നടത്തണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. രാഷ്ട്രപതി ഭരണത്തിലേക്കാണോ ഡൽഹി പോകാൻ പോകുന്നത്? സമീപകാലത്തെ ഏറ്റവും വലിയ അഭൂതപൂർവമായ വളർച്ച നേടിയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെ, അതിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റായ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ ഇല്ലാതാക്കുകയാണോ, അതിനെ അസ്തമിപ്പിക്കുകയാണോ BJP? ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മദ്യനയ അഴിമതി ഉയർത്തിക്കൊണ്ട് അഴിമതി ആരോപണം ഉയർത്തുന്ന BJP ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുമാത്രം ധാർമ്മികമായി അതിന് ശക്തരാണ് എന്നീ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ആ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനിൽ. ഇന്ന് VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, നവീൻ ജി നാഥമണി ആം ആദ്മി പാർട്ടിയിൽ നിന്ന്, ശിവലാസ് ബാബു BJP നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ തീരുന്നത്. ആദ്യം ശ്രീ നവീൻ ജി, ഇതിനു മുമ്പ് നിങ്ങളുടെ പ്രധാനപ്പെട്ട 2-3 നേതാക്കൾ ഇപ്പോൾ ജയിലിൽ പോയവരാണ്. അവർക്ക് ആവട്ടെ വിമോചനം സാധ്യമായിട്ടില്ല താനും. എല്ലാ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലും വലിയ തിരിച്ചടികൾ അവർ നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്. അരവിന്ദ് കെജ്രിവാൾ എന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം രാഷ്ട്രീയമായി അസ്തമിക്കുകയാണോ? ഇത് രാഷ്ട്രീയമായൊരു ഉദയമല്ലേ നമ്മൾ കണ്ടത് അരവിന്ദ് കെജ്രിവാളിൻ്റെ? ശരിക്കും മോദി ഇപ്പോൾ ആരെയാണ് ഭയപ്പെടുന്നത്? മോദി ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെടുകയാണ് മോദി. അതിൻ്റെ ആ ഒരു ആസൂത്രണവും രാഷ്ട്രീയ ഗൂഢാലോചനകളുമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്? ഒരുപക്ഷെ രഹസ്യമായിട്ട് BJP നടത്തിയിരുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇന്ന് പകൽ വെളിച്ചം പോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയല്ലേ. BJPയുടെ ഏറ്റവും വലിയ ശത്രുവായി അവർ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസുകൾ ജയിലറയിൽ നിറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ട്, ജയിലറകളിൽ ആകുന്ന അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം ആം ആദ്മി പാർട്ടി അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇങ്ങനെ ഒരു പാറ്റേൺ അല്ലേ അവർ സ്വീകരിച്ചു വന്നു. പക്ഷേ ആ പാറ്റേണുകളെല്ലാം തകർന്നു പോകുന്ന കാഴ്ച കണ്ടില്ലേ? ഇവർ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ നിയമപരമായിട്ട് അങ്ങനെ വരുമ്പോഴും ഈ നിയമങ്ങളെയും ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനങ്ങളെയും ഇപ്പോൾ അട്ടിമറിക്കാനാണല്ലോ ഇവർ ഗവർണർമാരെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതാണല്ലോ, RV രവി എന്ന് പറയുന്ന ഗവർണറെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ശാസിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അവിടെ പൊന്മുടി എന്ന് പറയുന്ന ഒരു മന്ത്രി കൺവിക്റ്റ് ആയതിനു ശേഷം സ്റ്റേ കിട്ടിയിട്ട് പുള്ളി മന്ത്രിയാകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് അസാധ്യമെന്ന് പറഞ്ഞ് RV രവി ഇരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെയാണോ നിങ്ങൾ എതിർക്കുന്നതെന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടത്. അപ്പോൾ കൺവിക്റ്റ് ആയ ഒരാൾക്ക് പോലും സ്റ്റേ കിട്ടിയാൽ മന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ ഇവിടെ വെറും അക്യൂസ്ഡ് എന്ന് പറഞ്ഞ ഒരു കള്ളക്കേസെടുത്താൽ അക്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നത്. ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്, അരവിന്ദ് കെജ്രിവാൾ രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വകവെച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഭരണഘടനാ പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും നിങ്ങൾക്കെതിരെയുള്ള കേസ് വസ്തുതാപരമാണോ ശരിയാണോ തെറ്റാണോ എന്നതിലുപരി ഇഡി കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുക? അത് പ്രശ്നമാണ് എന്ന് നിയമപരമായും ഭരണഘടനാപരമായും ചൂണ്ടിക്കാണിക്കുകയാണ് അവർ. അവിടെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ക്യാബിനറ്റ് മീറ്റിങ്ങിനെ അഡ്രസ് ചെയ്യാൻ കഴിയുക എന്ന ക്വസ്റ്റ്യൻ. എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? എവിടെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ ഏത് ഉത്തരവിലാണ് ഒപ്പുവയ്ക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നുള്ളതല്ലാതെ ഒരു പോർട്ട്ഫോളിയോയും കൈകാര്യം ചെയ്യുന്നില്ല, യാതൊരു വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി മാത്രമാണ്. ഉത്തരവുകൾ ഇറക്കേണ്ടത് വകുപ്പ് മന്ത്രിമാരാണ്. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രം മതി അരവിന്ദ് കെജ്രിവാൾ. അവിടെ കൃത്യമായിട്ട് വകുപ്പുകളിൽ നിന്ന് ഉത്തരവ് വയ്ക്കുള്ളൂ. പുതിയ പുതിയ നേതാക്കന്മാർ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടില്ലേ. അതിഷി മെർലീന എന്ന് പറയുന്ന ഒരു പുതിയ നേതാവ് ഉദിച്ചു വരുന്നത് നമ്മൾ കണ്ടില്ലേ. അവിടെ എത്രത്തോളം നേതാക്കന്മാരാണ് അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ ഉദിച്ചു വരുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. സൗരവ് ഭരദ്വാജ് എന്ന് പറയുന്ന ഒരു നേതാവ് ഉദിച്ചു വരുന്നത് കണ്ടില്ലേ. ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി, ഇന്ത്യയിലാകമാനോ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ എത്രത്തോളം അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയെ നയിക്കുവാനായിട്ട്, തെരുവീഥികളിൽ പോലും ആം ആദ്മി പാർട്ടിയെ നയിക്കുവാനായിട്ട് മുമ്പോട്ട്. ഇവിടെ എവിടെയാണ് ഭരണഘടനാ പ്രശ്നം? ഇന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞില്ലേ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാമെന്ന്. പിന്നെ എന്ത് ഭരണഘടനാ പ്രശ്നമാണ് ഇവർ പറയുന്നത്? ആർട്ടിക്കിൾ 164 പ്രകാരം ഒരു
മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടണം ഒന്നാമത്, ഇല്ലെങ്കിൽ സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാകണം. ഇത് രണ്ടും നടക്കത്തില്ലോ. കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി വിശ്വാസ പ്രമേയം അരവിന്ദ് കെജ്രിവാൾ സഭയിൽ അവതരിപ്പിച്ചതല്ലേ, അരവിന്ദ് കെജ്രിവാൾ സഭയിൽ വിശ്വാസമുണ്ടെന്ന് തെളിയിച്ചതല്ലേ. ഇനി എന്തിനാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ടത്? എവിടെയാണ് അതിന്റെ ഭരണഘടനാ പ്രശ്നം ഇരിക്കുന്നത്? ആ ഭരണഘടനാ പ്രശ്നമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഇത് പറഞ്ഞില്ലേ. ഇനി ആരാണ് പറയേണ്ടത് ഭരണഘടനാ പ്രശ്നമുണ്ടെന്ന്? പക്ഷേ ഈ നിയമങ്ങളെയും ഇവർ അട്ടിമറിക്കും. ഇവരുടെ ലക്ഷ്യം അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയെ ഡൽഹിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ ഏത് ദുഷിച്ച മാർഗത്തിലൂടെയും ചെയ്യുമെന്ന് നമ്മൾ കാണുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യം ഇന്ത്യയുടെ ജനാധിപത്യമാണെങ്കിൽ BJPക്ക് തടസ്സം ഇന്ത്യയുടെ ജനാധിപത്യമാണ്. അതുകൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് ഇവർ അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ED കസ്റ്റഡി വലിയൊരു ആം ആദ്മി പാർട്ടിക്ക് എന്തോ വലിയ അടി കിട്ടി എന്ന രീതിക്ക് പോകുന്നല്ലോ. ഞങ്ങൾ ജാമ്യം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ല പോയിരിക്കുന്നത്. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ പറഞ്ഞ എന്തുവാണ്? ഞാൻ കസ്റ്റഡിയിൽ പോകാൻ തയ്യാറാണ്, ഞാൻ റിമാൻഡിൽ പോകാൻ തയ്യാറാണ്. എത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻ ഇവർക്ക് നടത്താൻ പറ്റുമോ അത്രത്തോളം ഇൻവെസ്റ്റിഗേഷനുകൾ ഇവർ നടത്തുക. ഇവർക്കൊരു വകയും തെളിയിക്കാൻ സാധിക്കില്ല. ഇന്നേ വരെ എന്നെ കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത് ഏതോ ഒരു വ്യക്തിയുടെ എന്നല്ല, BJPക്ക് പണം കൊടുത്ത കിക്ക് ബാക്ക് BJP വാങ്ങിയ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഓറോബിന്ദോയുടെ ചെയർമാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 55 കോടി രൂപ വാങ്ങിച്ച് സ്വന്തം അക്കൗണ്ടിലിട്ടിട്ട് അവർ പറയുന്നു കേജ്രിവാളാണ് പ്രതിയെന്ന്. കേജ്രിവാൾ ചോദിച്ചില്ലേ ഈ കേജ്രിവാളിനെ അങ്ങനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്ക് വേണ്ടെന്നാണ് BJP പ്രതിനിധി ഉല്ലാസ് ബാബു ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കുക, കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിടുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായും രാജിവെച്ച അരവിന്ദ് കെജ്രിവാൾ ദുർബലനാണ്. രാജിവെച്ച അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ പ്രസക്തി കുറയും, പ്രാധാന്യം കുറയും, മൂല്യമിടിയും. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ചാലക ശക്തിയായിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ സെൻട്രൽ പവറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതാവുകയും അതുവഴി ആ പാർട്ടി തന്നെയും ഇല്ലാതാകും എന്നുള്ള നിങ്ങളുടെ കണക്കുകൂട്ടൽ സത്യത്തിലൊന്ന് ബ്ലോക്കായി നിൽക്കുകയാണോ? ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളിൽ നിന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയതാണ് സാർ തെറ്റ്. ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലുകളില്ല. ഇതിനകത്ത് നിങ്ങൾ കുറേ നാൾ, അത് എന്നയ്ക്ക് മുമ്പേ സംസാരിച്ച ആം ആദ്മിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞു ഇത് BJPയുടേതായിട്ടുള്ള ഒരു നീക്കമാണ്, ആം ആദ്മി പാർട്ടി നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഈ എന്ത് ശ്രമമാണ് നടത്തുന്നതെന്ന് ഇതിൻ്റെ പിന്നാക്കമുള്ള ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഈ സമയം അറസ്റ്റ് ചെയ്യപ്പെടാൻ ടൈമിംഗ് നിശ്ചയിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്തതിൻ്റെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമം നടത്താമെന്നും വിചാരിച്ച ഒരു ചരിത്രം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ആദ്യത്തെ സമൻസ് ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യയിൽ കൊടുക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന സംവിധാനമാണല്ലോ നിഷാദ് റാവുത്തർ, അങ്ങയുടെ ചാനലും, ഒരു സംശയവുമില്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നാണ് അരവിന്ദ് കെജ്രിവാളിന് ആദ്യത്തെ സമൻസ് കൊടുത്തത്? 6 മാസം മുൻപല്ലേ? അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതുക്കും മേലെയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് വൈകിക്കണമെന്നും അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞ് കോടതിയിൽ പോയി ഇൻട്രീം പ്രൊട്ടക്ഷന് വേണ്ടി ആരാ പോയത്? അരവിന്ദ് കെജ്രിവാളല്ലേ. 6 തവണ 9 തവണയോളം സമൻസുകൾ ഓരോ തവണ കൈപ്പറ്റുമ്പോഴും ആ സമൻസ് ഇല്ലീഗലാണ് എന്ന് വാദിച്ചത് ആരാണ്? ഈ അരവിന്ദ് കെജ്രിവാളല്ലേ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം വരെ അതിനെ വെച്ച് നിർത്തി ആ ഇൻട്രീം പ്രൊട്ടക്ഷൻ ഓർഡർ കൃത്യമായിട്ട് പറയുന്നു, ഇവർ ആവശ്യപ്പെട്ട ഓർഡർ നടക്കില്ല എന്നും ഹൈക്കോടതി അത് തള്ളിയപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൃത്യമാണ് സാർ. നിയമവ്യവസ്ഥ അങ്ങനെയാണ്. നിയമം അറിയുന്ന ആർക്കും അത് കൃത്യമായിട്ട് അറിയാം. ആ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ഇവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു, അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു, ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങളൊക്കെ കോടതി തള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യണം. അത് 6 മാസം മുൻപ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടൊന്നും ആയിരുന്നില്ലല്ലോ. 1 കൊല്ലവും 11 മാസത്തിൻ്റെ അടുത്തുമായി ഇവരുടെ ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കാരണമില്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് അദ്ദേഹം ജയിലിൽ കിടക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ചരിത്രം നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാക്കണം. ഈ മനീഷ് സിസോദിയ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ച സമയത്ത്, ഡിവിഷൻ ബെഞ്ച് ഇരിക്കുന്ന സമയത്ത് 2 ജഡ്ജിമാരടങ്ങുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയടങ്ങുന്ന ബെഞ്ച് എടുത്ത തീരുമാനം, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളും ഓർഡറിലുള്ള കൃത്യവും വ്യക്തമായിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതിനകത്തൊരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ആ നടക്കുന്നതിൽ
ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറാണ് നടന്നിട്ടുള്ളത്. അത് സംശയാസ്പദമാണ്. സ്വാഭാവികമായിട്ട് അതിൽ നഷ്ടം വന്നിട്ടുണ്ടോ, അതിൽ കൃത്യത ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ തീരുമാനം വേണം. ഇവരുടെ ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൽ കാണുന്നില്ല. ഇവർ 5% നിന്ന് 12% കമ്മീഷനാക്കിയ കാര്യം മനസ്സിലാക്കുന്നില്ല. ഇവർ ഒരു കേസ് ബീറിനെ ഇമ്പോർട്ട് ലെവി 5% കുറച്ചതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അഡീഷണൽ വേണമെന്ന് പറയുന്നത് കാണുന്നു. ഇതൊന്നും ക്യാബിനറ്റ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പ് ആദ്യം ആരാ പറയുന്നത്? ചീഫ് സെക്രട്ടറി ഓഫ് ഡൽഹിയാണ്. ആർക്ക് കൊടുക്കുന്നത്? LGക്ക് കൊടുക്കുന്നത്. അദ്ദേഹം ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കൃത്യമല്ലേ? രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ന വ്യക്തി ഒന്നുകിൽ രാജിവെക്കണമെങ്കിൽ സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് കാര്യങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ കാര്യങ്ങൾ ആർട്ടിക്കിളുകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ പ്രകാരമാകണമെന്ന്. അല്ല സർ, ധാർമ്മികത എന്ന് പറയപ്പെടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ മീഡിയ വൺ ചർച്ചയ്ക്കകത്ത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അടക്കമുള്ള ആളുകളും ഈ കേരളത്തിനകത്ത് പല കാര്യങ്ങളും പറയുമ്പോൾ എന്തിനാണ് ശ്രീ ശിവശങ്കരൻ അറസ്റ്റിലായ സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്? മീഡിയ വണ്ണിലടക്കം നിരവധി ചർച്ചകൾ നടന്നത്. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? എന്തായിരുന്നു ഇവിടെ ആം ആദ്മി പാർട്ടി അന്നത്തെ നിലപാട്? കോൺഗ്രസ് 2023 ഫെബ്രുവരി 4 അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസ് റിലീസുകളിൽ. എന്താ റിലീസിൽ പറഞ്ഞിരിക്കുന്നത്? ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഈ അഴിമതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തെ അടിയന്തരമായി രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും പറഞ്ഞ ഈ കോൺഗ്രസ് ഒരു കാര്യമുള്ളത് എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം ഉല്ലാസ്, മനീഷ് സിസോദിയയുടെ കേസിലടക്കം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനോ വളരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനീഷ് സിസോദിയയുടെ കേസ് ഹിസ്റ്ററി ആൻഡ് കോടതി നടപടികളെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എടുത്തിരിക്കുന്ന ED കേസിന് നമുക്കറിയാവുന്ന ED ഒരു സാധാരണ ഏജൻസി അല്ല. അതിനകത്ത് ആളുകളെ വളരെ കർക്കശമായി കുടുക്കിയിടാൻ കഴിയുന്ന തരത്തിൽ പവർഫുള്ളായിട്ടുള്ള വകുപ്പുകളുള്ള ഏജൻസിയാണ് അത്. ആളുകളുടെ മൊഴിയെ മാത്രം വെച്ച് മറ്റുള്ളവരെ പ്രതി ചേർക്കാൻ കഴിയുന്ന വിപത്കരമായ വ്യവസ്ഥകളുള്ള ഏജൻസിയാണ് ED. എടുത്ത എല്ലാ കേസുകളും തെളിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് എത്രയാണെന്ന് താങ്കൾക്കും എനിക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് ED എന്ന് പറയുന്നത്. അത് വിടാം. മനീഷ് സിസോദിയക്കെതിരായിട്ടുള്ള കേസ് തെളിഞ്ഞിട്ടില്ല. ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള കേസിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രൂവ് ചെയ്യുന്ന വിവരങ്ങൾ വന്നിട്ടില്ല. നിങ്ങളുടെ കേസും നിങ്ങളുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് അവർ. അതിലെന്താ കുഴപ്പം? മനീഷ് പറഞ്ഞോട്ടെ, നിഷാദ് പറഞ്ഞോട്ടെ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞോ? ഹലോ, യെസ് പറയൂ. മനീഷ് സിസോദിയയുടെ കേസിൽ നിങ്ങളുടെ തെളിവുകൾ എവിടെ? നിങ്ങളോ? ഏത് നിങ്ങൾ? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരടങ്ങുന്ന ടീമാണോ ഇവരുടെ ഡൽഹി സ്കാം അന്വേഷിക്കുന്നത്? ഡൽഹി മദ്യ സ്കാം അന്വേഷിക്കുന്നത് BJP ആണോ? അതിനകത്തൊരു കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കുന്ന സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തും ഇന്ത്യക്കകത്തുള്ള അന്വേഷണ സിസ്റ്റത്തിനകത്തും ഒരു സിസ്റ്റമുണ്ട് സർ. ആ സിസ്റ്റത്തിനകത്ത് വഴികളിലൂടെ നടന്നു പോകും. നിഷാദിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവിടെ ആരോപണത്തിൽ കഴമ്പുണ്ട്. ആ കഴമ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. എന്തിനാണ്? അദ്ദേഹത്തിന് ഭയമില്ലെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി 9 സമൻസുകളെയും മാറ്റിവെച്ചുകൊണ്ട് അത് എനിക്കെതിരെ പറ്റില്ല എന്ന് ഇവർ വാദിച്ചത് എന്തിനാണ്? വാദിച്ചത് ഇവരുടെ മടിയിൽ കനമില്ലായിരുന്നുവെങ്കിൽ ഒരു ഏജൻസി വിളിച്ചാൽ ആ ഏജൻസി മറുപടി പറയാമായിരുന്നല്ലോ. പേടിച്ചത് അല്ല ശ്രീ ഉല്ലാസ് ബാബു, പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന വാക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുകയാണ്. BJP സർക്കാർ ഒരു ഉപകരണമാക്കി അതിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സമൻസിനെ വകവെക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഈ സമൻസിനെ ഞാൻ വകവെക്കില്ലെന്ന് പറയാൻ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ പൗരന് പ്രത്യേകതയുണ്ടോ? അദ്ദേഹത്തിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ സമൻസിനെ ഞാൻ വകവെക്കില്ലെന്ന് പറയാൻ ഹൂ ഈസ് ഹി? അദ്ദേഹം ആരാണ്? 2, അദ്ദേഹം ഈ ഇന്ത്യ രാഷ്ട്രീയത്തിനകത്ത് വന്നതിന്റെ അടിസ്ഥാനം നിഷാദ് റാവുത്തർ മനസ്സിലാക്കണം. ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്നൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം വന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ടായിരുന്നു, അഴിമതിയുടെ കറപുരണ്ട ഒരു നേതാവ് പോലും അധികാര ശ്രേണിയിൽ ഉണ്ടാകരുത്, ആ സത്യം തെളിയുന്നതുവരെ ധാർമ്മികതയുണ്ട് എന്ന് നിരവധി ദിവസങ്ങൾ പ്രസംഗിച്ചതിന് ശേഷം ആ പ്രസംഗിച്ച മൂവ്മെന്റ് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2G സ്കാം വന്ന സമയത്ത്, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വിഷയം, അതുപോലെ നിർഭയ കേസ് ഇത്യാദി കാര്യങ്ങൾ നടക്കുന്ന
ഉണ്ടാക്കുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഉണ്ടാക്കുന്നതും ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതും ആ ക്യാമ്പയിനിൽ അഴിമതി രഹിത ഇന്ത്യയെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോഴും ആ പറഞ്ഞ അധികാര ശ്രേണിയിൽ വന്ന സമയത്ത് അവനവന്റെ സർക്കാരിന് നേരെ ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് നിയമ സംവിധാനത്തിന് മുമ്പിൽ കാര്യങ്ങൾ ഗൗരവമായി അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ച് രാജാവായി തിരിച്ചു വരുന്നതിന് മുമ്പ് സമൻസിനെ ഭയപ്പെട്ട ഒളിച്ചോടേണ്ട ചരിത്രമുണ്ടായത് അരവിന്ദ് കെജ്രിവാളിന്റെ മടിയിൽ കനമുണ്ടായത് കൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഞങ്ങൾക്കെന്ത് അരവിന്ദ് കെജ്രിവാൾ, ഞങ്ങൾക്കെന്തിന് അദ്ദേഹത്തെ ഭയപ്പെടണം? ഇന്ത്യ രാജ്യത്ത് എല്ലാ വിവിധ സംസ്ഥാനങ്ങളിലും കൃത്യമായി ഭരണമുള്ള ഇന്ത്യ മഹാരാജ്യം 10 വർഷം കൃത്യമായി ഭരിച്ച കൃത്യമായ രീതിയിൽ ഇവിടുത്തെ വികസന കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ എത്തിച്ച് ഞങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു വ്യക്തിയെ ഭയമാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്താൽ അത് നിങ്ങളുടെ ചർച്ചാ വിഷയത്തിന്റെ ദാരിദ്ര്യം എന്നല്ലാതെ ഞങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? ശ്രീ നിഷാദ് റാവുത്തർ. ശരി, ഞാൻ വരാം. ശ്രീ വി ആർ അനൂപ്, BJP പറയുന്ന കേൾക്കൂ, BJPക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഭയമൊന്നുമില്ല എന്നാണ്. എൻ്റെ ചോദ്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കവേ അരവിന്ദ് കെജ്രിവാളിനെ ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 1, 2, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? BJPയുടെ ബഹുമാനായ പ്രതിനിധി ഇവിടെ ധാർമ്മികതയെ നിർവചിക്കുന്നത് കണ്ടു. ഇതേ ദിവസമാണ് പ്രഫുൽ പട്ടേലിൻ്റെ കേസ് ഇപ്പോൾ ഇല്ല, സുവേന്ദു അധികാരിയുടെ കേസ് ഇപ്പോൾ ഇല്ല, നാരായൺ റാണയുടെ കേസ് ഇപ്പോൾ ഇല്ല. EDയെ പോലെ കേന്ദ്രത്തിൽ ധാർമ്മികത തീരുമാനിക്കുന്ന ഒരു ഏജൻസിയായി BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ കൂടെ നിന്നാൽ ഏത് കൊള്ളക്കാരനെയും വെളുപ്പിച്ചെടുക്കും. ഞങ്ങളോട് രാഷ്ട്രീയമായി ഒരു എതിർ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വേട്ടയാടും. ED ഒരു ഏജൻസിയാണെങ്കിൽ ഇവിടെ ധാർമ്മികത നിർണ്ണയിക്കുന്ന, ധാർമ്മികത തീരുമാനിക്കുന്ന, ധാർമ്മികത അടിച്ചേൽപ്പിക്കുന്ന ഒരു ഏജൻസിയായി BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ BJP ഡിഫൈൻ ചെയ്യുന്ന ആ ധാർമ്മികതയെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അന്ന് UPA സർക്കാരിനെതിരെ ഒരു UPA സർക്കാർ മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉപരി മധ്യവർഗങ്ങളെ മുഴുവൻ ഇളക്കി വിട്ടുകൊണ്ട് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കിയതാരാ? അതിനകത്ത് RSSന്റെ പങ്കിനെ കുറിച്ച് അതിൻ്റെ തന്നെ ഭാഗമായ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകളൊക്കെ പിന്നീട് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. എന്താണ് അവർ പറഞ്ഞത്? അന്ന് അന്ന ഹസാരെ ഇളക്കി വിട്ട ആകാശത്തിൻ്റെ മുകളിൽ കയറിയാണ് നരേന്ദ്രമോദി തിരിച്ചു വരുന്നത്. എന്നു മുതലാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് BJPക്ക് അപ്രിയനായി മാറുന്നത്? അതിൻ്റെ പാശ്ചാത്തലം, വളരെ കൃത്യമായ പാശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ, ഇന്ത്യ അലയൻസിൻ്റെ, കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിൻ്റെ ഭാഗമാകുന്നു. അതുകൂടാതെ കോൺഗ്രസുമായി വളരെ വിജയകരമായി സഖ്യ ചർച്ചകൾ പൂർത്തിയാക്കുന്നു. ഡൽഹിക്ക് പുറത്തേക്കും ആ സഖ്യം വ്യാപിക്കുന്നു. അതൊരു വിശാലമായ ഗ്രാൻഡ് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ BJP അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രതിയോഗിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. വളരെ കൃത്യമാണ്. നിങ്ങളൊരു ധാർമ്മികത ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങൾ ആ ധാർമ്മികത ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. BJPയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ മുഴുവൻ പിടിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ന് സ്വിറ്റ്സർലൻഡിലെ കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് രാജ്യത്തെ കള്ളപ്പണക്കാരെ പോലും പിടിക്കാൻ കഴിയുന്നില്ല. ഇതിനു മുമ്പ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹവും കരിഞ്ചന്തക്കെതിരെ ഈ പറയുന്ന പൂഴ്ത്തിവെപ്പിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചത് എന്താ? ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു, പിന്നീട് തെരഞ്ഞെടുപ്പില്ലാതായി. രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്ന രീതി എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾ പിന്തുടരുന്ന സമഗ്രാധിപത്യപരമായ പ്രവർത്തന ശൈലിയുടെ ഉദാഹരണം മാത്രമാണിത്. അതിൽ കൂടുതലായോ കുറവായോ ഒന്നുമില്ല. വളരെ വ്യക്തമല്ലേ? രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത് ലോകരാഷ്ട്രങ്ങൾ തന്നെ അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ, ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ഇത് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം വിശദീകരിച്ചാൽ മതി. ഇവർ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നു. ഈ നാരായൺ റാണയ്ക്ക് എന്ത് സംഭവിക്കുന്നു? സുവേന്ദു അധികാരിക്ക് എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് തന്നെ പുറത്തു വരുന്ന പ്രഫുൽ പട്ടേൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്കൊക്കെ ധാർമ്മികതയുടെ പരിവേഷം ലഭിക്കുന്നത്? ഇന്ത്യക്കകത്ത് ധാർമ്മികത നിശ്ചയിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? തീർച്ചയായും ഇവർ ആദ്യം പറഞ്ഞത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു അലയൻസ് ഇല്ല.
അതിനൊരു ഇമ്പാക്റ്റും ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഇവിടെ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സീറ്റ് വിഭജനം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് AAP പോലൊരു പാർട്ടി വരുന്നു. പക്ഷേ അതിനെതിരെ വലിയ തകർക്കാനുള്ള വലിയ പരിശ്രമങ്ങളുടെ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു വിശാലമായ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നതെന്ന് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും, അത് ആളുകൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കും എന്നതാണോ BJPയുടെ പ്രശ്നം? അതോ ഈ സമയത്ത് നോക്കൂ, ഡൽഹി പോലെ ഒരു സ്ഥലത്ത് ഈ സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ബാക്ക് ഫയർ ചെയ്യുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് ഗുണം ചെയ്യില്ല. രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്ന ആളുകളുടെ ഒരു ജനവിധിയെ അപമാനിക്കലാകുമെന്നും സർക്കാരിന് അറിയാത്തതല്ല. പിന്നെയും എന്തിനായിരിക്കും ഇതേ സമയം തെരഞ്ഞെടുപ്പിലുണ്ടാവുക? അത് വേറെയും ഒരുപാട് വിഷയമുള്ളത്. ഇലക്ട്രൽ ബോണ്ട് നമുക്കറിയാം, അതിന്റെ ഉള്ളുകളികൾ ചർച്ച ചെയ്യപ്പെടുക എന്നത് BJPയെ സംബന്ധിച്ച് ഇരുട്ടടിക്ക് തുല്യമാണ്. അവർക്കിത് മൊത്തം കെജ്രിവാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? രണ്ട് തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന്, അത് പ്രതിപക്ഷ കക്ഷികൾക്കുള്ള കോൺഗ്രസുമായി അലയൻസിൽ ഏർപ്പെടാൻ മുന്നോട്ട് വരുന്ന കക്ഷികൾക്കുള്ള ഒരു രാഷ്ട്രീയമായ മെസ്സേജാണ്. നിങ്ങൾ കോൺഗ്രസുമായി ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ, സഖ്യം രൂപീകരിച്ചാൽ, നിങ്ങൾ വേണമെങ്കിൽ BJPക്കെതിരെ മത്സരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസുമായി ഒരു അലയൻസ് രൂപീകരിക്കുന്ന പക്ഷം നിങ്ങൾ നോട്ടപ്പുള്ളികളാകും എന്നുള്ളൊരു മെസ്സേജാണ്. മറുവശത്ത് വേറൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. BJPയിൽ നിന്നടക്കം സിറ്റിംഗ് MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ ചേരുന്നുണ്ട്. നാളുകളിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് അതാണെന്ന് സ്വന്തം പാർട്ടിയിൽ ആളുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും അതേസമയം മറ്റ് പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമാകുന്നതിന് തടയുന്നതിനും ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് AAPക്ക് മാത്രമുള്ളൊരു മെസ്സേജ് അല്ല. മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസുമായി നിങ്ങൾ അടുത്താൽ, കോൺഗ്രസുമായി നിങ്ങൾ ഒരു അലയൻസ് രൂപീകരിച്ചാൽ, കോൺഗ്രസുമായി ഇഴയടുപ്പത്തോടുകൂടി പ്രവർത്തിച്ചാൽ, സഖ്യ ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതാണ് എന്നുള്ളതാണ്. കൃത്യമായൊരു രാഷ്ട്രീയ സൂചകമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ BJPക്കെതിരെ മത്സരിക്കാം നിങ്ങളുടേതായ നിലയ്ക്ക്. പക്ഷെ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു അലയൻസുമായി മുന്നോട്ട് വന്നാൽ അത് നിങ്ങൾ നേരിടേണ്ടത് ഇതിനെയാണ് എന്നുള്ളതാണ്. മറുവശത്ത് വേറെ മെസ്സേജ് ഉണ്ട്. ഈ നാരായൺ റാണെ, അദ്ദേഹം പ്രതിപക്ഷത്ത് NCPയുടെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ BJPക്കെതിരെ നിന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. അദ്ദേഹം പിന്നീട് BJPയുടെ അലയൻസിൽ BJPയുടെ ഭാഗമാകുമ്പോൾ ആ കേസ് പിൻവലിക്കപ്പെടുന്നു. പ്രഫുൽ പട്ടേൽ, NCP എന്ന് പറയുന്നത് ശരത് പവാറിന്റെ പാർട്ടി, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയാലും എല്ലാ കാലത്തും BJP വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്ന ആ പാർട്ടിയെ നെടുകെ പിളർത്തുമ്പോൾ പ്രഫുൽ പട്ടേലിനെ പോലൊരു നേതാവിനെതിരെയുള്ള കേസുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല. സുവേന്ദു അധികാരി, ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കൈയായിരുന്ന നേതാവ്, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസില്ല. ഈ പറയുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് വളരെ കൃത്യവും വ്യക്തവുമാണ്. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് നിങ്ങൾ കുറ്റവിമുക്തരാകും, അതേസമയം ഞങ്ങൾക്കെതിരെ നിന്നാൽ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു ഡെമോ എക്സിബിഷനാണ് ഇത്. വളരെ കൃത്യമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് കൊടുക്കുന്ന വളരെ കൃത്യമായ മെസ്സേജാണ്. പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് വളരെ കൃത്യമായ സന്ദേശം. അതിൽ കൂടുതലായി ഇതിലൊന്നുമില്ല. ശരി അല്ല, ശ്രീ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയോടൊപ്പം തുടരുന്നുണ്ട് ശ്രീ നവീൻ ജി. ഇതിനകത്ത് നോക്കൂ, മനീഷ് സിസോദിയയെ പിടിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ്, കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. മനീഷ് സിസോദിയ എത്ര തവണ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ വരെ പോയി, CJI വരെ അദ്ദേഹത്തെ കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഗുരുതരമായ സ്വഭാവമുള്ള കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് കെജ്രിവാൾ ഇപ്പോൾ പോയിരിക്കുന്നത് വേഗത്തിൽ തിരിച്ചു വരാനല്ല എന്നാണ് BJPയുടെ ഉറപ്പ്. BJPയുടെ ഉറപ്പല്ല, BJPയുടെ പദ്ധതിയാണത്. ഇതിന് ഉറപ്പെന്നല്ല പറയേണ്ടത്, കൃത്യമായ പദ്ധതിയാണ്. BJPയുടെ പദ്ധതിയാണത്. കാര്യം എന്താന്ന് ഞാൻ പറയാം. അന്വേഷണ ഏജൻസി അവിടെ നിൽക്കട്ടെ ഉല്ലാസേ. അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് BJPയുടെ ബ്രാഞ്ച് കമ്മിറ്റി അല്ലേ. അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ ED എന്ന് പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് ഇവർ പറയുന്നത് കേക്കുല്ലാസെ പറയുന്ന കേക്കുല്ലാസെ നിങ്ങൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? അവിടെ ഇരുന്ന് കേക്ക്, പറയാനുള്ളത് പറയട്ടെ. ഇവര് പറയുന്നത് അഴിമതി, കേസ്, ഇവരെടുത്ത കേസ്
എന്തിനാണ്? അഴിമതിക്കെതിരായാണോ കേസെടുത്തത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണോ ഇവർ കേസെടുത്തത്? ഇവർ കേസെടുത്തത് CRPCയിലെ ഏതെങ്കിലും അഴിമതി നിരോധിക്കാനോ അഴിമതി തടയാനോ ഉള്ള നിയമപ്രകാരമാണോ? അവീൻ, താങ്കൾക്ക് തുടരാൻ നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതാണ്. നമ്മൾ സംസാരിച്ചു വന്ന വിഷയം ഇതാണ്. അതായത് നിങ്ങൾക്ക് മുൻപേ പോയിട്ടുള്ള, കെജ്രിവാളിന് മുൻപേ പോയിട്ടുള്ള നേതാക്കന്മാർക്ക് ഇപ്പോഴും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കെജ്രിവാളിന്റെ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആണെന്നാണ്. അത് തന്നെയാണ് നിഷാദെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നല്ലോ. ഇവർ അഴിമതിക്കെതിരെയാണെന്നാണ് പറഞ്ഞത്. അഴിമതി നയത്തിലെ, മദ്യനയത്തിലെ അഴിമതിക്കെതിരെയാണ് ഇവർ കേസെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവർ അഴിമതിക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമോ CRPCയിലെ ഏതെങ്കിലും വകുപ്പ് പ്രകാരമോ ഒന്നുമല്ല കേസെടുത്തിരിക്കുന്നത്. ഇവർ PMLA ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് PMLA ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്? PMLA ആക്ട് പ്രകാരം കേസെടുത്താൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടി പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഇവർക്കറിയാം. അങ്ങനെ ആം ആദ്മി നേതാക്കളെ ജയിലറകളിൽ തള്ളുക എന്നും പ്രതിപക്ഷത്തെ അതുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള ശ്രമം തന്നെയല്ലേ ഇവർ നടത്തുന്നത്. എന്താണ് ഈ PMLA ആക്ട്? അതുകൂടെ നമ്മൾ കണ്ടുപോകണ്ട്. വിയന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ട്, ഒരു ആഗോള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതിർത്തി കടന്നുള്ള തീവ്രവാദവും മയക്കുമരുന്ന് വിൽപ്പനയും തടയുവാനായിട്ടുണ്ടാക്കിയ ഒരു നിയമം. ആ നിയമം ഇന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളെ ഇല്ലാതാക്കാനായിട്ടല്ലേ ഇവർ ഉപയോഗിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ പ്രതിരോധ സേനയുടെ കയ്യിലുള്ള ആയുധം, ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ആരെയെങ്കിലുമാണ് ആക്രമിക്കുന്നതെങ്കിൽ ആ ആയുധത്തിന്റെ ഒരു പവിത്രതയുണ്ട്. അത് ഇന്ത്യൻ ജനതയ്ക്ക് നേരെ നിറയൊഴിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അങ്ങനെ നിറയൊഴിക്കുമ്പോൾ ലൈസൻസ് ഉള്ള ആയുധമല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ആരെങ്കിലും വന്നാലോ അവരെ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ പൗരബോധമുള്ള ഒരു പൗരൻ വിളിക്കുന്നത് എന്താണ്? രാജ്യദ്രോഹി എന്നല്ലേ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തീവ്രവാദത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിലെ ജനപ്രതിനിധികൾക്ക് നേരെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? പിന്നെ മനീഷ് സിസോദിയ അവിടെ നിൽക്കട്ടെ, ഇന്ത്യൻ ജനത തീരുമാനിക്കട്ടെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന്. പിന്നെ മനീഷ് സിസോദിയയുടെ കേസ് ഇവർ പറഞ്ഞു. മനീഷ് സിസോദിയുടെ കേസ് നമുക്ക് നോക്കാം, എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ നോക്കാം. 100 കോടിയുടെ ആരോപണമല്ലേ ED ഉന്നയിച്ചത് മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട്? എന്നിട്ട് ED 3 മാസം നീണ്ടുന്ന റെയ്ഡ്, 100ഓളം റെയ്ഡുകൾ നടത്തി, 3 മാസം നീണ്ടുന്ന റെയ്ഡ്. എന്നിട്ട് ഇവർ പറഞ്ഞ എന്താണ്? കേവലം 19 ലക്ഷം രൂപ മാത്രമേ കറൻസി ആയിട്ട് ഗോവ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നല്ലേ ഈ ED കണ്ടെത്തിയത്? അതായത് ആം ആദ്മി പാർട്ടിയുടെ സുതാര്യത ED തന്നെ തുറന്നു കാട്ടിയില്ലേ? പിന്നീട് ഇവർ മനീഷ് സിസോദിയക്കെതിരെ ഒരു 45 കോടിയുടെ ആരോപണവുമായിട്ട് വന്നു. ഗോവ ഇലക്ഷനിൽ 45 കോടി മനീഷ് സിസോദിയ വഴി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഖന്ന എന്താണ് പറഞ്ഞത്? ഈ ആരോപണം നിലനിൽക്കുന്നതല്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഖന്ന തള്ളുന്നതല്ലേ കണ്ടത്. പിന്നീട് ഇവരെന്തുവാണ് ചെയ്യുന്നത്? ഒരു രാജേഷ് ജോഷി എന്ന വ്യക്തിയുടെ പേര് പറഞ്ഞു. ആ രാജേഷ് ജോഷി 20 മുതൽ 30 കോടി വരെ ഗോവ ഇലക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിയല്ലേ പറഞ്ഞ നോട്ട് ജെനുവിൻ എന്ന് പറഞ്ഞല്ലേ ആ ആരോപണത്തെ തള്ളിയത്. പിന്നീട് ഇവർ വേറൊരു മൽഹോത്രയുടെ പേരും കൊണ്ടുവന്നു. ആ മൽഹോത്ര, ഗൗതം മൽഹോത്ര എന്ന പേരും കൊണ്ടുവന്നു. ആ മൽഹോത്ര 2.5 കോടി രൂപ മനീഷ് സിസോദിയയ്ക്ക് കൊടുത്തു. അതും ഡൽഹി ഹൈക്കോടതി നോട്ട് ജെനുവിൻ എന്ന് പറഞ്ഞല്ലേ തള്ളിയത്. പിന്നീട് ഇവർ കൊണ്ടുവന്ന ആരോപണം എന്തോ? ഒരു അറോറ മനീഷ് സിസോദിയയ്ക്ക് 2.2 കോടി കൊടുത്തു എന്ന് പറഞ്ഞു. അത് ജസ്റ്റിസ് ഖന്ന എന്താ പറഞ്ഞു? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം എന്ന് പറഞ്ഞാൽ ഇവർ ജസ്റ്റിസ് ഖന്ന തല്ലിയത്. എന്നിട്ട് ഇവർ പറയുന്നത് 5% മുതൽ 12% വരെ ലിക്കർ പോളിസിയിൽ ഒരു സ്ലാബ് വ്യത്യാസം കൊണ്ടുവന്നത് കൊണ്ട് ഇവിടുത്തെ ഹോൾസെയിൽ ഡീലേഴ്സിന് എന്തോ ലാഭം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മനീഷ് സിസോദിയയ്ക്ക് അതുവഴി എന്തെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു ആരോപണവും കൊണ്ടുവന്നു. അപ്പോഴെന്തുവാണ് ജസ്റ്റിസ് ഖന്ന പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലല്ലേ അന്വേഷിക്കേണ്ടതെന്ന് ജസ്റ്റിസ് ഖന്ന ചോദിച്ചില്ലേ? പക്ഷേ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന PMLA നിയമമാണ്. ഈ PMLA നിയമം പ്രകാരം ഒരു കാരണവശാലും ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ 9 സമൻസ് കിട്ടിയപ്പോൾ കൃത്യമായ ചോദ്യങ്ങളല്ലേ EDയോട് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചത്? നിങ്ങൾ ഈ സമൻസ് തരുന്നത് ഞാൻ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയെ പ്രതിയായിട്ടാണോ അതോ വിറ്റ്നസ് ആയിട്ട് കണ്ടുകൊണ്ടാണോ നിങ്ങൾ സമൻസ് തരുന്നത്? അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിക്കാണോ നിങ്ങൾ സമൻസ് തരുന്നത്? ആം ആദ്മി പാർട്ടിയുടെ കൺവീനർക്കാണോ നിങ്ങൾ സമൻസ് തരുന്നത്? അതോ ഡൽഹി മുഖ്യമന്ത്രിക്കാണോ നിങ്ങൾ സമൻസ് തരുന്നത്? ഏത് കണ്ടീഷനിൽ ഏത് പൊസിഷനിലോട്ടാണ് നിങ്ങൾ തരുന്നത്? ഈ ചോദ്യങ്ങളല്ലേ ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ EDക്ക് സാധിച്ചോ? ഇല്ല. ഇവരുടെ തിരക്കഥയിൽ അങ്ങനെയില്ല. ഇവരുടെ തിരക്കഥയിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്തു വന്ന ഒന്നല്ലേ നമ്മൾ കണ്ടതല്ലേ? ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മൊഴിയിലല്ലേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ ശരത് ചന്ദ്ര റെഡ്ഡി? ഒറോബിന്ദോ ഫാർമയുടെ ചെയർമാൻ. ഈ ചെയർമാൻ ആർക്കാണ് പണം കൊടുത്തിരിക്കുന്നത്? ഈ ചെയർമാൻ പണം കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPക്കാണ് പണം കൊടുത്തിരിക്കുന്നത്. 59.5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഈ വ്യക്തി കൊടുത്തത് BJPക്കാണ് തെളിഞ്ഞില്ലേ? ദൈവത്തിന്റെ രൂപത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് വന്ന് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനത കണ്ടതല്ലേ എന്തോരം കള്ളക്കളികളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. EDയും CBIയും രണ്ട് കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് PMLA ആക്ട് പ്രകാരം ജാമ്യം കിട്ടുമോ എന്ന മറുചോദ്യമാണ്. രണ്ടാമത്തേത് അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അത് ആം ആദ്മി പാർട്ടി പുറത്തും അകത്തും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ശ്രീ ഉല്ലാസ് ബാബു,
അതായത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതേവരെയൊക്കെ പിടിച്ചകത്തിടുന്നത്. അഴിമതിക്കെതിരെ നിങ്ങൾ വലിയ വാചാടോപം നിരത്തുന്നുമുണ്ട്. അപ്പോഴാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ഈ മദ്യനയ അഴിമതി കേസിൽ പിടിക്കപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട അരവിന്ദോ ഫാർമയുടെ ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡി അയാൾ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ശതകോടികൾ തന്നു കഴിയുമ്പോൾ അയാൾ മാപ്പുസാക്ഷിയാവുന്നു. തുടക്കത്തിൽ പിടിക്കപ്പെടുമ്പോഴോ മൊഴിയെടുക്കുമ്പോഴോ അയാൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴിയെങ്കിൽ പിന്നീട് അദ്ദേഹം നിങ്ങൾക്ക് പണം തരുന്നു, അദ്ദേഹം മാപ്പുസാക്ഷിയാവുന്നു. അപ്പോൾ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടുണ്ടെന്നും ആലോചന നടത്തിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള മാപ്പുസാക്ഷി മൊഴി കൊടുക്കുകയാണ്. PMLA ആക്ട് പ്രകാരം ഞാൻ പറയുകയാണ്, നിഷാദ് എന്ന് പറയുന്നത് ഞാനൊരു ക്രൈം ചെയ്തിട്ടുണ്ട്, ഉല്ലാസ് ബാബുവിനും അതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ PMLA ഈ നിയമപ്രകാരം താങ്കളും പ്രതി ചേർക്കപ്പെടും. ഞാനും താങ്കളും ഒരു മൊബൈൽ റേഞ്ച് പരിസരത്തുണ്ടെന്ന് വന്നാൽ മതി തെളിവ്. താങ്കൾക്ക് കൂടുതൽ വർത്താനൊന്നും പറയാൻ പറ്റില്ല, അകത്ത് പോയി കിടക്കേണ്ടി വരും. അതാണ് PMLA ആക്ടിൻ്റെ ഗുരുതര സ്വഭാവം. അപ്പോൾ ഈ ശരത്ചന്ദ്ര റെഡ്ഡി നിങ്ങൾക്ക് പൈസ തന്നു, 40-45 കോടി തന്നു. അതായത് ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇത് രേഖയാണ്, വിവരങ്ങളാണ്. നിങ്ങൾ മദ്യനയത്തിലെ അഴിമതിയെക്കുറിച്ച് പറയുന്നതിൽ തമാശയുണ്ടെന്നാണ്. മീഡിയ വണ്ണ തമാശയൊക്കെ തോന്നും. അതിൽ നിഷാദ് റാവുത്തർ കൃത്യമായിട്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അജണ്ടയിൽ നിന്നിട്ടാണെങ്കിലും ചോദിച്ചു. അദ്ദേഹത്തെ തൊട്ട് മുമ്പ് ആം ആദ്മിയുടെ പാർട്ടിയുടെ വ്യക്തിയും അദ്ദേഹവും സംസാരിച്ചു, ആരും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ആ ഒരു മാന്യതയോട് കാണിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു വ്യക്തി, മാപ്പുസാക്ഷിയായിട്ടുള്ള വ്യക്തി BJPക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനി BJPയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചപ്പോൾ അദ്ദേഹം മാപ്പുസാക്ഷിയായി, പ്രതിയല്ലാതായി. നിങ്ങളോട് അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് നിഷാദ് റാവുത്തറിനോ ഈ ആം ആദ്മി പാർട്ടിയുടെ ആളുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടെന്ന്. നിങ്ങൾ ആ സൂത്രം അങ്ങ് സ്ഥാപിക്കാൻ നോക്കുന്ന ആ വരി അങ്ങ് വിടുന്നേ. നിങ്ങളിലേക്ക് പൈസ തന്നപ്പോൾ നിങ്ങൾ അപ്രൂവറാക്കി, ആ ശൈലി അങ്ങ് വിട്. ഒരു കമ്പനി BJPയുടെ, നിങ്ങൾ പണ്ട് ഇതേ മീഡിയ വണ്ണിൻ്റെ ഫ്ലോറിനകത്തും ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ട്രാൻസ്പാരൻസി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് നിഷാദ് റാവുത്തർ വന്ന് ഭയങ്കര ബഹളായിരുന്നു. എന്തോ ട്രാൻസ്പാരൻസി എന്ന് പറയപ്പെടുന്ന കാര്യം ഉള്ളതുണ്ടല്ലോ സാർ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക്, ഏതെല്ലാം രാഷ്ട്രീയ സംഘടനയ്ക്ക് എത്രയെത്ര രൂപ കിട്ടിയെന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അറിയുന്ന സംവിധാനമുണ്ട് എന്നും SBIയിലൂടെ KYC അപ്ഡേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു കമ്പനി കാശ് കൊടുത്താൽ അത് അറിയാമെന്നുമുള്ള ട്രാൻസ്പാരൻസി ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പൊ റെഡ്ഡി എന്തെങ്കിലും പറഞ്ഞു പോലെ ട്രാൻസ്പെറൻസി ആരുണ്ടാക്കി? ആരാ ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയത്? ആരാ ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയത്? വ്യാജം പറഞ്ഞു പോവല്ലേ. നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ച കേസ് ഈ രാജ്യത്തെ കോടതി പോക്കറ്റിന് പിടിച്ചു വാങ്ങിച്ചെടുത്ത കണക്കാണത്. വ്യാജം പറഞ്ഞു പോകാൻ ലൈസൻസ് ഇല്ല. വ്യാജം പറഞ്ഞു പോകാൻ ശ്രമിക്കല്ലേ? നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ച സംഗതി സുപ്രീം കോടതി പിടിച്ചെടുത്തതാണ്. ചോദ്യം പറഞ്ഞു സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ചർച്ചയെ വഴിതിരിച്ചാൽ നിഷാദിനും ലൈസൻസ് ഇല്ലെന്ന് നിഷാദ് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞ മറുപടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം നിഷാദിന് ആവശ്യം ഉന്നയിക്കാം. എന്താ കുഴപ്പം? നിഷാദ് ചോദിച്ചൂടെ? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിരുന്നു എന്ന് വ്യാജം പറയരുത്. ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിരുന്നില്ല. ബന്ധപ്പെട്ട വിഷയത്തിൽ മനീഷ് സിസോദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനീഷ് സിസോദിയ 1 കൊല്ലവും 11 മാസവും ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് കണ്ടന്റ് ഇല്ല എന്ന് നീതിന്യായ വ്യവസ്ഥ കണ്ടെത്തി എന്ന് പറഞ്ഞ മഹാനോട് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരു വ്യക്തിയെ അനാവശ്യമായി ജയിലിൽ പിടിച്ചിടുന്നതിന് കൂട്ടുനിൽക്കുമെന്ന് നിങ്ങൾ പറയുന്നതിന് തുല്യമല്ലേ? അതിനെ നിഷാദ് അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു മഹാപ്രാക്കിനെ കൊണ്ടുപോയി ജയിലിലിട്ട് ഒരു നിയമം ഇട്ടു എന്നതിന്റെ പേരിൽ ഇത്ര കൊല്ലം അവിടെ കിടക്കേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന നിഷാദ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് പൈസ, അതായത് BJPയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച വ്യക്തികൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തുവെന്ന് നിങ്ങൾ പറഞ്ഞത് 100% നുണയാണ്, തെറ്റാണ്. ജനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന സൂത്രക്കെട്ടാണ്. അതിനു മുമ്പൊന്നും നിങ്ങൾ BJPയെ കുറ്റപ്പെടുത്തണ്ട. ചുവടും പിടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അദ്ദേഹത്തിന് സമൻസിനെ ചോദ്യം ചെയ്യേണ്ടി വന്നത്.
നിശാന്ത് റാവുത്തർ പറഞ്ഞല്ലോ, അല്ല, PMLA ആക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യവസ്ഥകൾ എന്താണ്? BJP നേതാവ് ഉല്ലാസ് ബാബുവിന് എന്തറിയാം? ഓണർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകും, ആ സമൻസിനെ ഓണർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകും. അതുപോലെ ഒരു കാര്യം കൂടി നിശാന്ത് ഞാൻ പറഞ്ഞോട്ടെ, പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞില്ലേ ധാർമ്മിക രാഷ്ട്രീയ മാന്യതയെ കുറിച്ച്. എന്ത് രാഷ്ട്രീയ ധാർമ്മിക മാന്യതയാണോ? 2023 ഫെബ്രുവരി 3 നിങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ കള്ളനായ കെജ്രിവാൾ എന്നും അറസ്റ്റ് ചെയ്യണമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും BJPയും കെജ്രിവാളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഈ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എഴുതി വെച്ച് പറഞ്ഞ രാഷ്ട്രീയ സംഘടന ഒരു ഉളുപ്പുമില്ലാതെ 1 കൊല്ലം കഴിഞ്ഞപ്പോ വാക്കും മാറ്റി കെജ്രിവാളിനെ തോളത്തെറ്റ് ഉമ്മ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത കൊണ്ട് നടന്നോളുക. അതിന് BJPയുടെ നെഞ്ചത്ത് കയറി നിങ്ങൾ നിരങ്ങാൻ വരണ്ട. ഇന്ത്യൻ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണേണ്ട ബാധ്യത. ഉല്ലാസ് ബാബു, എനിക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണ്, ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്നാണോ താങ്കൾ മനസ്സിലാക്കി വെച്ചിരുന്നത്? ഉല്ലാസ് ബാബു, ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പിടിച്ചു പുറത്തിടുന്നത് വരെ ഈ സംഗതി സുതാര്യമായിരുന്നോ അതോ ദുരൂഹമായിരുന്നോ? ഈ ആർക്കൊക്കെ ആര് പൈസ കൊടുത്തു എന്നറിയാൻ ഇവിടുത്തെ കോമൺ മാൻ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നോ? BJPയുടെ പാർട്ടി ഓഫീസിലേക്ക് രഹസ്യമായിട്ട് പുറകിലുള്ള ജനലയുടെ ഉള്ളിക്കൂടെയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എടുത്ത് ചെക്ക് അവർ വലിച്ചെറിഞ്ഞിരുന്നത് ഇവിടുത്തെ കമ്പനിക്കാർ. കോൺഗ്രസ് പാർട്ടിയുടെ 10 ജൻ-10ന്റെ ബാക്കിലുള്ള ജനലയുടെ ഉള്ളിക്കൂടെയായിരുന്നു. അല്ലല്ല സാർ, എനിക്ക് അറിയുന്ന ബാങ്കാണെന്നാണ്. കോൺഗ്രസിന് കിട്ടിയത് നിങ്ങൾക്ക് തമ്മിലുള്ള പൈസ കണക്ക് വേറെ പറഞ്ഞോളൂ. എന്റെ ചോദ്യം, നിങ്ങൾ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ഏർപ്പാട് വഴി BJPക്ക് എത്ര കോടി കിട്ടി എന്നറിയാൻ ഒരു കോമൺ മാനായി എനിക്ക് വല്ല മാർഗവും ഉണ്ടായിരുന്നോ? എന്താ മാർഗക്കുറവ്? KYC അപ്ഡേറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് വൈറ്റ് മണി ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കുന്നതിന്റെ ഒരു പ്രക്രിയ ക്രിയേറ്റ് ചെയ്തത് ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ബോണ്ട് വ്യക്തമായിട്ട് വൈറ്റ് മണി ഡീലിലൂടെ കൊടുക്കണമെന്നുള്ള എനിക്കതറിയാൻ കഴിയും. SBI പോയി ചോദിച്ചാൽ ഏതൊക്കെ കമ്പനികൾ, എനിക്ക് SBI പോയി ചോദിച്ചാൽ ഈ രാജ്യത്തെ SBIയുടെ എണ്ണം പറഞ്ഞ 28 ശാഖകളിൽ ഏതെങ്കിലും ഒന്നിൽ പോയി ചോദിച്ചാൽ ഏതൊക്കെ കക്ഷികൾ, ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ പാർട്ടികൾക്ക് പൈസ കൊടുത്തു എന്നറിയാൻ കഴിയുമായിരുന്നോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാജം പറയല്ലേ സാർ, വ്യാജം പറയല്ലേ സാർ, വ്യാജം പറയല്ലേ. ഒന്നുകിൽ താങ്കൾക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമവ്യവസ്ഥകളെ കുറിച്ച് ധാരണയില്ല, അല്ലെങ്കിൽ താങ്കൾ വളരെ ഡെലിബറേറ്റ് ആയി വ്യാജം പറയുന്നു. സുപ്രീം കോടതി ഇടപെടുന്നത് വരെ സുപ്രീം കോടതി എനിക്ക് ധാരണയുള്ളത് കൊണ്ടാണ് ശരി, താങ്കൾ നുണയാണ് പറയുന്നത് ഉല്ലാസ് ബാബു, നുണയാണ് താങ്കൾ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഏതൊക്കെ കമ്പനികൾ ആർക്കൊക്കെ പൈസ കൊടുത്തു എന്ന് അറിയാൻ ഈ രാജ്യത്തെ പൗരനോ മറ്റാർക്കെങ്കിലും ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ഭയപ്പെടുന്നില്ല കേട്ടോ, ഞങ്ങൾ ഒരു കോൺഗ്രസിനെയും നുണയാണ് താങ്കൾ പറയുന്നത് ഉല്ലാസ് ബാബു, നുണയാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് നുണയാണ് ഉല്ലാസ് ബാബു. നുണ സത്യമാവില്ല. ജൂൺ 4 വായിക്കേണ്ടി വരും. 3ാം തവണ ജൂൺ 4 ജയിക്കുന്നുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ആർക്ക് പണം കൊടുത്തു എന്ന് ആർക്കും അറിയാൻ കഴിയില്ല എന്നതാണെന്ന് പ്രസംഗിച്ചത് അരുൺ ജെയ്റ്റ്ലി എന്ന നിങ്ങളുടെ നേതാവാണ്. നിങ്ങൾ പറയുന്നു എല്ലാവർക്കും അറിയാൻ കഴിയും വിധം സുതാര്യമായിരുന്നു എന്ന്. വ്യാജം പറയല്ലേ ഉല്ലാസ് ബാബു, വ്യാജം പറയല്ലേ. ആളുകൾ മനസ്സിലാക്കി ഇലക്ട്രൽ ബോണ്ട് എന്തായിരുന്നു എന്ന്. എല്ലാവർക്കും അറിയുന്ന രീതിയിലല്ല, എല്ലാ പണവും കൃത്യമായിട്ടുള്ള വൈറ്റ് മണി ബാങ്ക് ട്രാൻസാക്ഷൻ കമ്പനികൾ കടലാസ് കമ്പനികളാണ് സാർ. ആ കമ്പനികളൊക്കെ ഏതാണെന്ന് പോലും ആർക്കും അറിയില്ല. അതൊക്കെ വൈറ്റ് മണിയാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ബിസിനസ് സംവിധാനം പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ രഹസ്യം കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ളൊരു ശൈലി ഉണ്ടായെങ്കിൽ എന്താ അതിൽ തെറ്റുള്ളത്? ആ ശൈലി തെറ്റാണെന്ന് ഈ രാജ്യത്തെ കോടതി പറഞ്ഞു. താങ്കൾ ഉത്തരോത്തരം ഉദ്ഘോഷിച്ചില്ലേ കോടതിയുടെ മൂല്യം? താങ്കൾ ഉത്തരോത്തരം ഉദ്ഘോഷിച്ചില്ലേ PMLA കേസിൽ കോടതിയുടെ മൂല്യം? അതേ കോടതിയാണ് പറഞ്ഞത്. അതേ കോടതി മനീഷ് സിസോദിയെ പിടിച്ചകത്തിട്ടിരിക്കുന്ന അതേ കോടതിയാണ്. മനീഷ് സിസോദിയെ പിടിച്ചകത്തിട്ടിരിക്കുന്നതെന്ന് താങ്കൾ അഭിമാനം കൊണ്ടില്ലേ? അതേ കോടതിയാണ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് കള്ളത്തരമാണെന്ന്. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന
കൊടും കൊള്ളയിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെടുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസ്സിന് സംഭാവന സ്വീകരിക്കുന്നതും BJPക്ക് സംഭാവന സ്വീകരിക്കുന്നതും രണ്ടായി തന്നെ കാണണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സ്വാധീനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു അധികാര ശക്തിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന കേന്ദ്ര ഭരണത്തിൻ്റെ ആനുകൂല്യമില്ല, അന്വേഷണ ഏജൻസികൾ കയ്യിലില്ല. എന്നിട്ടും ആളുകൾ BJPയെ കൂടി മറികടന്നുകൊണ്ട് ഏതെങ്കിലും കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ സംഭാവന നൽകാൻ തയ്യാറായാൽ അതിന് നിരാകരിക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ലല്ലോ. കോൺഗ്രസ് ഒരിക്കലും കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങില്ല എന്ന രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയല്ല. കോൺഗ്രസ് സംഭാവന സ്വീകരിക്കുന്നതന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉല്ലാസ് ബാബു അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞത് വിഴുങ്ങുമെന്നാണ്. അതേ ചോദ്യം അതിനു മുൻപ് ഞാൻ ഉന്നയിച്ചു. പ്രഫുൽ പട്ടേലിനെ കുറിച്ച് നിങ്ങൾ പണ്ട് പറഞ്ഞത്, നാരായൺ റാണയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, അതുപോലെ സുവേന്ദു അധികാരിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, പിന്നീട് അതിന് സംഭവിച്ച പരിണാമം, അവർ ഒരു കാലത്ത് ഏറ്റവും അഴിമതിക്കാരായി ചിത്രീകരിക്കപ്പെടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത അതിൻ്റെ ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താ? അവർ BJPയിലേക്ക് പോകുമ്പോൾ ഈ കേസുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പണ്ട് നമ്മൾ വീട്ടുമുറ്റത്ത് കിണറുകൾ അപ്രത്യക്ഷമാകുന്നത് വായിച്ചതുപോലെ ഒരു പെട്ടെന്ന് ഈ കേസുകൾ ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ അപ്രത്യക്ഷമാവുകയാണ്. അത് BJP ഇവിടെ ഉണ്ടാക്കിയ വികസിപ്പിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്, ഒരു മോഡസ് ഒപ്പറാൻഡി ഉണ്ട്. രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച്, ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഞങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയമായ വിമർശനങ്ങൾ കൂടിയാണ്. ഇദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുന്നില്ലേ, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ്, അതിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന് പറയുന്നത് UPA ഗവൺമെന്റ് ആയിരുന്നു. ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഇവിടുത്തെ സാധാരണക്കാരുടെ ക്രയശക്തി ഉയർത്തിയ ഒരു ഗവൺമെന്റ്. അദ്ദേഹം സുതാര്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ, സാധാരണക്കാർക്ക് ഭരണ സംവിധാനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു കയറാൻ സൗകര്യം ചെയ്തൊരു നിയമം, 27% OBC റിസർവേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടത്തിയത്. അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ഈ ഇത്ര അക്കാഡമിക്സിന്റെ ഭാഗമാകുന്നത്. ഇതിനൊക്കെ വഴി തെളിയിച്ചൊരു സർക്കാരിനെ മൊത്തം അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിനെതിരെ ഈ അഴിമതിയുടെ വലിയൊരു അജണ്ട സൃഷ്ടിച്ചത് RSS ആണ്. അന്നാ ഹസാരെ ഉണ്ടാക്കിയത് RSS ആണ്. ആ മൂവ്മെന്റ് ഉണ്ടാക്കിയത് RSS ആണ്. പിന്നീട് അതിൽ നിന്ന് വന്ന അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി മാറുമ്പോൾ അവരെയും അഴിമതിക്കാരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഒരു വൃത്തം പൂർത്തിയാവുകയാണ്. വളരെ കൃത്യമാണ്. ഇപ്പോൾ പോലും BJPയുടെ പ്രതിനിധി ഞാൻ ഉന്നയിച്ച വളരെ തുടക്കത്തിലെ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. നാരായൺ റാണയ്ക്ക് എന്ത് സംഭവിച്ചു? പ്രഫുൽ പട്ടേലിന് ഇന്ന് സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന സുവേന്ദു അധികാരിക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണിത്. ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട പത്രം പൗരത്വ നിയമം നടപ്പിലാക്കിയപ്പോൾ എഴുതി, ഇന്ത്യയിലൊരു കൊച്ചു ഹിറ്റ്ലർ ജനിച്ചിരിക്കുന്നുവെന്ന്. ഇനി നമുക്ക് പറയേണ്ടി വരും, ഹിറ്റ്ലറാണോ മോഡിയാണോ വലുത് എന്ന് ചരിത്രം തെളിയിക്കട്ടെ എന്ന്. രാഷ്ട്രീയ എതിരാളികൾ ഓരോരുത്തരായി കൈകാര്യം ചെയ്യുകയാണ്. ആദ്യം രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഒരു വലിയ വ്യാജ വൈകാരികത ഹിന്ദുത്വ ഏകീകരണത്തിന് ശ്രമിച്ചു. അതിനുശേഷം ഇവിടെ ഉണ്ടായത് എന്താ? പൗരത്വ നിയമം പൊടി തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും ഈ പറയുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, പരാജയബോധം, ഒരു പരാജിതന്റെ മാനസിക വ്യാപാരങ്ങൾ നയിക്കുന്ന നരേന്ദ്രമോദി അവസാനത്തെ അടവെടുക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് തന്നെ മുഖ്യമന്ത്രിയെ തടവിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കും സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കും വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുകയാണ്. ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ, ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ, ഞങ്ങളെ എതിർത്താൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത്. പക്ഷെ പിന്നീട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇനിയും തെരഞ്ഞെടുപ്പിലൂടെ BJP ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. കേസ് PMLA ആണ്, നമുക്കറിയാവുന്ന പോലെ. സോ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യം നിങ്ങളുടെ പാർട്ടിയെ, ഇന്ത്യ സഖ്യത്തെ എന്തുമാത്രം ദുർബലപ്പെടുത്താൻ പോകുന്നുണ്ട്? അത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ മോഡിക്ക് ഭയമാണ്. അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മോഡിക്കുള്ളത്.
അതുകൊണ്ടല്ലേ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അതൊന്നും നമ്മളെ ഭയപ്പെടുത്താൻ പോകുന്നില്ല. ഇന്ന് മോഡിക്ക് തെറ്റ് പറ്റിയത് അവിടെയാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലോട്ട് പോയപ്പോൾ ഇന്ന് ഇന്ത്യ കാണുന്ന പ്രതിഷേധം ഇന്നലെ കണ്ടതല്ലേ? തിരുവനന്തപുരത്ത് BJP ഓഫീസിലേക്ക് ആയിരങ്ങൾ മാർച്ച് ചെയ്യുന്ന കണ്ടതല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആം ആദ്മി പാർട്ടിയുടെ ഇതുപോലൊരു ശക്തി പ്രകടനം നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ആയിരങ്ങളല്ലേ ഇന്നലെ BJP ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത്. അത്ര ശക്തമായിട്ട് കാശ്മീർ മുതൽ കേരളം വരെ ആം ആദ്മി പാർട്ടി ശക്തമായി മാറിയില്ലേ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലോട്ട് പോയപ്പോൾ? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലോട്ട് അയച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആശയം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് അരവിന്ദ് കെജ്രിവാളിലെ തെരുവീതികളിലോട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും ഭയപ്പെടുത്താൻ പറ്റില്ല. ആം ആദ്മി പാർട്ടി എന്ന് വെച്ചാൽ ഭഗത് സിംഗിന്റെ പിന്മുറക്കാരുടെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഭയപ്പെടുത്തി ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതൊരു പോരാട്ടമാണ്. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ 140 കോടി ജനങ്ങളും അണിചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ പറഞ്ഞു പോയല്ലോ ഉല്ലാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തൃശൂർ ലോ കോളേജിൽ നിന്ന് പാസ്സായ ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ളതാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജസ്റ്റിസ് ചന്ദ്രചൂഡിനെയാണോ വെല്ലുവിളിക്കുന്നത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെയാണോ വെല്ലുവിളിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ പറഞ്ഞുകൊണ്ട്? നിങ്ങൾക്കറിയാമോ നിർമ്മല സീതാറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ആ വ്യക്തിക്ക് ഒരു ഭർത്താവുണ്ട്, പ്രഭാകർ എന്നാണ് പേര്. വലിയൊരു എക്കണോമിസ്റ്റ് ആണ്. ആ എക്കണോമിസ്റ്റ് ഇന്ന് പറഞ്ഞൊരു വാക്കറിയാമോ? ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നത് BJPയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞത് പി പ്രഭാകർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ്. പിന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാലോ. EDയെയും CBIയും ഉപയോഗിച്ചുകൊണ്ട് വ്യവസായികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ? 41 കമ്പനികളിൽ CBI ED റെയ്ഡ് നടത്തിയതിനു ശേഷം ഞാൻ കണക്ക് പറഞ്ഞു തരാം. 2471 കോടി രൂപയാണ് ഈ 41 കമ്പനികളിൽ നിന്ന് ഇവർ വാങ്ങിയത്. റെയ്ഡിന് ശേഷം കിട്ടിയത് 1698 കോടി രൂപയാണ് ഇവർ റെയ്ഡിന് ശേഷം ഈ 41 കമ്പനികളിൽ നിന്ന് വാങ്ങിയത്. ഇവർ 33 ഷെൽ കമ്പനികളിൽ നിന്നായിട്ട് 172 കോടി രൂപ വാങ്ങി. അതിന്റെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് മാത്രം പറഞ്ഞു പോയാൽ പോരാ. ഈ ഇലക്ട്രൽ ബോണ്ടിനോടൊപ്പം ഇവർ മണി ആക്ട് കൊണ്ട് ഒരു ഭേദഗതി നടത്തി, കമ്പനി ലോയിൽ ഒരു ഭേദഗതി നടത്തി. അതായത് ഇന്ത്യയുടെ കമ്പനി സിസ്റ്റത്തെ മുഴുവൻ താറുമാറാക്കാൻ പോകുന്ന ഒരു ഭേദഗതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്താണെന്നറിയാവോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ അവരുടെ ലാഭത്തിന്റെ 7.5% കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അത് തിരുത്തിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാന്നാക്കി മാറ്റി. അതോടുകൂടി ഷെൽ കമ്പനികൾ ഉണ്ടാക്കി അതിൽ നിന്ന് പണം പിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അതിനപ്പുറം ഇവർ കിക്ക് ബാക്ക് വാങ്ങിയ കഥകളും നമ്മുടെ മുമ്പിലോട്ട് തെളിഞ്ഞു വന്നില്ലേ? 3.7 ലക്ഷം കോടി രൂപയുടെ മേജർ പ്രൊജക്ടുകളാണ് ഇവർ വിവിധ കമ്പനികൾക്കായിട്ട് പരിശോധിക്കുമ്പോൾ ഈ ഷെൽ കമ്പനികൾ എന്ന പേരിലുള്ള കടലാസ് കമ്പനികൾ, വ്യാജ കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ പണം, റെയ്ഡ് നടന്നതിന് ശേഷം അതത് കമ്പനികൾ കൊടുത്ത പണം, പിന്നീട് റെയ്ഡുകളിന്മേലുള്ള തുടർ നടപടികൾ ഇല്ലാതായത്, പരിസ്ഥിതി നിയമലംഘനം നടത്തിയ വേദാന്ത പോലുള്ള കമ്പനികൾ കൊടുത്ത ശതകോടികൾ, അങ്ങനെ ഒരുപാട് കണക്കുണ്ട്. വേറെ തന്നെ നമ്മൾ കുറേ ദിവസം ചർച്ച ചെയ്തതാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാവില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായാലെന്ത്, ഉണ്ടായില്ലെങ്കിലെന്ത്? BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയപ്പെടുന്നത് ഇവർ കളിക്കുന്ന ഈ 3, 4, 5, 7 മുന്നണി ഉണ്ടാക്കി ഇന്ത്യ മുന്നണിയുടെ എന്ന് പറയപ്പെടുന്നവരെ വിളിച്ച് ഞങ്ങൾക്ക് ഭയമില്ല സാർ. ഞങ്ങൾ കളിക്കുന്ന വികസന അജണ്ട എന്ന് പറയപ്പെടുന്നത് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ ജനകീയമായി ഞങ്ങൾ നേരിടുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വന്നാലെന്ത്, പോയാലെന്ത്, ഇന്ത്യ മുന്നണി ഉണ്ടായാലെന്ത്, ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്കതിനകത്ത് വിഷയമില്ലെന്ന്. ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, ഞങ്ങൾ വയ്ക്കുന്ന കാൻഡിഡേറ്റുകൾ, ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വികസിത ഇന്ത്യയെക്കുറിച്ചും ഞങ്ങൾ നടത്തിയ 10 വർഷത്തെ വികസനത്തെക്കുറിച്ചും ഭാവിയിൽ ഇനി വരാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചും ഇന്ത്യ ഏതൊക്കെ മേഖലകളിൽ വളർച്ച നേടണമെന്ന് കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ്, ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു വ്യക്തി കട്ടോ മുടിച്ചോ അയാൾ ജയിലിൽ പോയോ അയാൾ ഏജൻസി അറസ്റ്റ് ചെയ്തോ അവിടെ പ്രതിപക്ഷത്ത് വ്യക്തമായിട്ട് സമരങ്ങളുണ്ടാവും. ആ സമരങ്ങൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടോടും ജനം കാണുന്നുണ്ടല്ലോ, എല്ലാം ജനത്തിന് വിലയിരുത്താനുള്ള ശേഷിയുമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. താങ്ക് യു ഉല്ലാസ് ബാബു, നവീൻ ജി നാദാമണി, ഒപ്പം CPR ചർച്ചയിൽ പങ്കെടുക്കുന്ന